അപ്പൊ ദാ ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നേ ചേച്ചി കാണാം, നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇത് പ്ലേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പോഴേ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ സാർ? നമ്മള് പായസം കുടിക്കാൻ പോവും. അതെ, സാറ് പായസം ജഡ്ജ് ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. സാറിനാണ് ഇനി ഫുൾ ടാസ്ക് കേട്ടോ. ഞങ്ങൾ ആദ്യമേ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, വരും സാർ. അപ്പൊ അങ്ങോട്ട് തുടങ്ങാം. എന്താ പായസം? ഇതിൽ മുക്കുറ്റീൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്, പിന്നെ പഴം, കുറച്ച് പുട്ടുപൊടിയും പിന്നെ ഉപ്പും ഏലക്കയും കൂടി മിക്സ് ചെയ്തിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടേക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. ഇത് മിക്സ് ചെയ്യണം, ക്രിസ്പി ആയിട്ട്. വെറൈറ്റിയാണ്. ആദ്യമായിട്ട് കഴിക്കുന്നത്. അതെ, ഞങ്ങളും ഇത് ആദ്യമായിട്ടാ കേൾക്കുന്ന പോലെ. മുക്കൂറ്റിയൊക്കെ എന്ന് വെച്ചാൽ ഓണത്തിന്റെ ഒരു ഇത് തന്നെ. ഓക്കെ, നമ്മൾ നോക്കട്ടെ. എനിക്ക് തരുന്ന എനിക്കറിയാം. ഇത് ഗീയിൽ പൊരിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. സാറിന് മനസ്സിലായി. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കാൻ നോക്ക്. സാർ ഇന്ന് മോള വെച്ചേ പായസം പിടിക്കാണ്. ചെറുപ്രായത്തില് പാചകം പഠിച്ചു. അതെ. പേരെന്താ? ചക്കപ്രഥമൻ. ഇത് ചക്ക വരട്ടി കൊണ്ടുവന്നാണ്. ഇത് ചക്ക വരട്ടി, ഇത് ചക്കപ്രഥമൻ. തേങ്ങാപ്പാല് രണ്ടാം പാലില് ഞാൻ ചക്ക വരട്ടിയെ ആക്കി കൊണ്ടുവന്നായിരുന്നു. നെയ്യില് നെയ്യ് ശർക്കര ഒഴിച്ച്. മോന് ഇഷ്ടമാണോ പാചകം ഒക്കെ? മോള് ഹെൽപ്പ് ചെയ്യും. മോൻ അങ്ങനെ തീരെ ചെറുതല്ലേ? 6 വയസ്സ്. കുഞ്ഞിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായത്. അപ്പൊ അവന് സാധാരണ ഒരു വയറ്റുവേദന പോലെ വന്നിട്ട് വയറ്റുവേദനയും ഛർദിൽ വന്നെന്ന് പറഞ്ഞാൽ നമ്മള് ചെത്തിപ്പുഴ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം അവിടെ നിന്നൊരു സഞ്ജു എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പിള്ളേരുടെ. സാറാ പറയുന്നത് ആദ്യമായിട്ട് അത് ഈ വൻകൂടലും ചെറുകൂടലൂടെ കയറി ജാമായി ശാലം ഡേഞ്ചർ സ്റ്റേജ് ആയിരുന്നു. അയ്യോ, അങ്ങനെ വന്നേ? അത് ചില ഫുഡുകളിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. ഈ നൂഡിൽസ്, പൊറോട്ട. അയ്യോ, അപ്പൊ അതൊക്കെ ഭയങ്കര ഹാനികരമാണ്. അങ്ങനെയുള്ള ഒരു ഫുഡിൽ നിന്ന് അത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിന് സുഖമാണോ? അവര് പറയുന്നത് ഇനി അത് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും വന്നാൽ മേജർ സർജറിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ 2 പ്രാവശ്യം നോർമലിൽ അത് ചെയ്തേക്കുന്ന ഈ മലദ്വാരത്തിൽ കൂടെ ട്യൂബി മരുന്ന് കയറ്റിയൊക്കെയാ ചെയ്തേ. അവനത് കേട്ടപ്പോഴേ ചേട്ടനും ഞാനും ആദ്യമേ തളർന്ന് താഴെ വീണു. ഒന്നും വരികയില്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും വരികയില്ല, അതൊക്കെ പോയി. അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നെ ഈ പൊറോട്ട, നൂഡിൽസ്, ചുരുക്കം പറഞ്ഞ മൈദയിൽ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും ഹാനികരമാണെന്നുള്ളത് മൈദ പോസ്റ്റർ ഒട്ടിക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പശയായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നു. ശരിയാ. അതുകൊണ്ട് ഇനി ആരും, എന്റെ പ്രേക്ഷകരോടും ഞാൻ പറയുക, കഴിയുന്നതും നമ്മള് ഈ പൊറോട്ട, നൂഡിൽസ്, മൈദ ഐറ്റംസുകൾ അധികം കഴിക്കാതിരിക്കായിരിക്കും നല്ലത്. വേണ്ടേ, ഒരു അച്ഛനും അമ്മയും എന്തോരും വേദനിക്കുന്നത് നോക്കി. കുഞ്ഞു കൂടെ വന്നിട്ടുണ്ടോ? ഒന്ന് വിളിക്കാവോ? ഹലോ, ഇതെന്താ അമ്മ ഇന്ന് ഉണ്ടാക്കിയേ? ചക്കപ്പായസം. ഇഷ്ടമാണോ കൊച്ചിന്? അല്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. വായാടി. സ്മാർട്ട്, വായാടിയെക്കാട്ടിലും സ്മാർട്ട്. അത്ര നല്ല പേരുണ്ട് അല്ലേ? എന്ത് പായസം? പുന്നല്ലരിയുടെ അടപ്രഥമൻ. അതെ, നമ്മൾ തന്നെ വീട്ടില് കുത്തിയെടുത്തിട്ട് അടയുണ്ടാക്കി അടയുണ്ടാക്കി. പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. ഉള്ളി ഒരു ഫ്ലേവറിന് ശക്കല ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നെയ്യ്, തേങ്ങാപ്പാല്, പിന്നെ കൽക്കണ്ടം, അങ്ങനെയൊക്കെ. എൻ്റെ ഒരു ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം സ്വല്പം ചേർത്ത്, അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പ്യുവറായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. വൈകുന്നേരം
ഇത് കോമ്പിനേഷൻ ആണ് നെയ്സ. അല്ല അതെ, പായസത്തിന് മധുരം ലെവൽ ചെയ്യാനായിട്ട് എപ്പോഴും അച്ചാറാണ്. Take it,